നമസ്കാരം. ധർമ്മടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മണ്ഡലം. ധർമ്മടത്ത് നിന്ന് ജയിച്ച പിണറായി വിജയൻ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളം ഭരിക്കുന്നു. അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നൊക്കെ പറയുന്നുണ്ട്. ഭവനരഹിതർ ഇല്ലാത്ത കേരളം എന്നൊക്കെ ഇടയ്ക്കിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് കേരളത്തെ കാണുന്ന, കേരളത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും അറിയാം. എന്തിന് സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ആകുന്നില്ല ശ്രീ പിണറായി വിജയന്. അതിനുള്ള തെളിവാണ് ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നയിച്ച ധർമ്മടത്തെ അദാലത്തിലേക്ക് ജനം ഒഴുകിയെത്തിയത്. ധർമ്മടത്തെ ജനമായിരുന്നു. വേണമെങ്കിൽ പിണറായി വിജയന് ഒന്ന് നിരീക്ഷിക്കാം അവരെ. നവകേരള സദസ്സോ അയ്യപ്പ സംഗമമോ ഒക്കെ പോലെ തള്ളി നിറയ്ക്കുകയല്ല, അല്ലെങ്കിൽ തള്ളുകൊണ്ട് മാത്രം നിറയുകയല്ല. അവിടെ 10 പേരെ കാണിച്ചിട്ട് 10,000-ഓ 1,00,000-ഓ പേർ ഇതിൽ പങ്കെടുത്തു എന്നും അല്ല പറയുന്നത്. പൗരപ്രമുഖരല്ല പങ്കെടുത്തത്, സാധാരണക്കാരായ മനുഷ്യന്മാരുടെ സംഗമവേദിയായിരുന്നു അദാലത്ത്. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ധർമ്മടത്ത് ഒരുങ്ങിയിരുന്നു. അതുകൊണ്ടാണ് അവർ അവിടേക്ക് ഒഴുകിയെത്തിയത്. അവർക്കറിയാം അവരുടെ പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് പരിഹരിക്കപ്പെടുകയെന്ന്. അല്ലാതെ ഇവിടെ വന്ന് മൈക്കിനോട് വഴക്കുകൂടി, പൊതുജനത്തിനോടെല്ലാം തല്ലുകൂടി, സെൽഫി എടുക്കാൻ വന്ന് പിള്ളേരെ പോലും അടിച്ചോടിച്ച് ജനത്തെ മുഴുവൻ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഗൺമാന്മാരെ കൊണ്ട് തല്ലിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണോ കേരളത്തിലെ ജനം ആഗ്രഹിച്ചത്? അങ്ങനെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളം ഭരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇന്നും തീരാതെ കിടക്കുന്നത്. എങ്ങും നിറയുന്ന അഴിമതി, സ്വർണ്ണക്കൊള്ളയിൽ അഴിമതിയാണെങ്കിൽ മറ്റ് പല മേഖലകളിലേക്കും അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞു കേരളം. അത്തരത്തിലുള്ള ഒരു കേരളത്തിനകത്ത് നിന്ന് പുതിയൊരു ശബ്ദം ഉയർന്നു പൊങ്ങേണ്ടിയിരിക്കുന്നു, പുതിയൊരു മുന്നണി ഉയർന്നു വരേണ്ടിയിരിക്കുന്നു എന്ന് ജനത്തിന് കൃത്യമായി ബോധ്യം വന്നു. അതുകൊണ്ടാണ് BJP ഒരുക്കുന്ന പരിപാടികളിലേക്ക് ജനം ആർത്തിരമ്പി വരുന്നത്. അതുകൊണ്ടാണ് മലയാളി BJPക്കൊപ്പം NDAക്കൊപ്പം നിലയുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരം വേദികളെല്ലാം വേദികളിലൊക്കെയും കയറി വരുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിൽ നിന്ന് ജനം ആരംഭിച്ചത്. ഈ ശബ്ദം കേരളത്തിലെമ്പാടും, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് മുഴങ്ങിക്കേൾക്കും എന്ന് ഉറപ്പാണ്. കേരളത്തിൻ്റെ സാംസ്കാരികത ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. കേരളത്തിൻ്റെ മനസ്സാക്ഷി വീണ്ടും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. അവർ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കും. ഏറ്റവും വലിയ സമരം ആ ജനകീയ സമരമായിരിക്കും. കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഉത്സവം CPM നിയന്ത്രിക്കുന്ന, പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന LDF സർക്കാരിനെതിരെയുള്ള സമരമായിരിക്കും. നിയമസഭയിലേക്ക് വേണ്ടിയിട്ടുള്ള നിയമസഭാ അംഗമായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ സമരം. തീർച്ചയായിട്ടും അതിനുള്ള കാത്തിരിപ്പാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് അതിൻ്റെ ആദ്യ വെടിയാണ്, അതിനുള്ള ആദ്യ ധ്വനിയാണ് ധർമ്മടത്തെ അദാലത്തിലേക്ക് ഒഴുകിയെത്തിയ ജനത നമുക്ക് കാണിച്ചു തരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.